വരാനിരിക്കുന്ന HSI നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സബ്ജക്റ്റുകളുടെയും അഡ്മിഷനുകൾ ഈ വരുന്ന ഡിസംബർ 31 അവസാനിക്കുകയാണ്. അഡ്മിഷൻ എടുക്കാനായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ HSI നാച്ചുറൽ സയൻസിൽ ആദ്യം എന്ത് പഠിക്കണം അല്ലേ, ആദ്യം നമ്മൾ പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നേക്കുന്നത്, ഏതൊക്കെ മൊഡ്യൂളിൽ നിന്നാണ് പ്രീവിയസിൽ ചോദിച്ചേക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ HSIയിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവിടുന്ന് ചോദ്യം വന്ന ഏരിയകളാണ് നമ്മൾ സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിപ്പോൾ കറക്റ്റ് സിലബസ് ഓർഡറിലാണ് നമ്മൾ ടോപ്പിക്ക് പറഞ്ഞു പോയേക്കുന്നത്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബയോ കെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി, അതുപോലെ തന്നെ സെൽ ബയോളജി, ഇത് കോമൺ ടോപ്പിക്കാണ് അല്ലേ. കുറച്ചുകൂടെ കോമൺ ടോപ്പിക്കുകൾ, ഇത് കോമൺ ടോപ്പിക്കാണ്. ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആദ്യമേ ഒന്ന് കവർ ചെയ്യാം. എസ്പെഷ്യലി മോൾ ബയോയും ബയോ കെമിസ്ട്രിയൊക്കെ നിങ്ങൾക്ക് ആദ്യമേ പറ്റുമെങ്കിൽ കവർ ചെയ്താൽ രണ്ടുണ്ട് ഗുണം. ഒന്ന്, രണ്ട് ഏരിയയിലും സുവോളജി പോർഷനിലും ബോട്ടണി പോർഷനിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മാർക്ക് അല്ലേ, ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ കൂടുതൽ മാർക്കിന് ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, അല്ലേ ഇനി ബാക്കി നമ്മൾ പഠിക്കാൻ പോകുന്ന പല സബ്ജക്റ്റിൻ്റെയും ബേസ് ആണിത്. അപ്പോൾ നമുക്ക് അവിടെയും കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാകും. പറ്റുന്നവരെ ആദ്യമേ തന്നെ ഈ ബേസ് ടോപ്പിക്കുകൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കിടക്കുന്നത് നമ്മുടെ അനിമൽ ഡൈവേഴ്സിറ്റിയിൽ നോൺ കോഡേറ്റ്സും കോഡേറ്റ്സും ആണ്. അതിൽ നോൺ കോഡേറ്റ്സിൽ പ്രധാനപ്പെട്ടെന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നു നെമാറ്റോസിസ്റ്റ് ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ നെമാറ്റോസിസ്റ്റ് പോലെയുള്ള ഓരോ ഫൈലത്തിലെയും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്. ഇപ്പോൾ കോളർ സെല്ലുകളുണ്ട് അല്ലേ. അപ്പോൾ പിനാക്കോസൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന കോശങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊരു ടേബിളാക്കി നമ്മൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഓരോ പ്ലാറ്റി ഹെൽമിൻറ്റസ് ചോദിച്ചിരുന്നു. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് അനിമൽ ഡൈവേഴ്സിറ്റി ഫൈലം, സെപ്പറേറ്റ് ഫൈലമായിട്ട് പഠിക്കുക. അവിടുന്ന് തന്നെ എക്സ്ക്രീറ്ററി ഓർഗൻസ്, റെസ്പിറേറ്ററി ഓർഗൻസ്, ഓക്കെ. അതുപോലെ തന്നെ സെൽസ്, ലാർവേ, ഇത്രയും കാര്യങ്ങൾ ഒരു ടേബിളാക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ചു വയ്ക്കുക കേട്ടോ. കാരണം ഇവിടുന്ന് ധാരാളം ചോദ്യങ്ങൾ ഓരോ ഫൈലത്തിലെയും എക്സ്ക്രീറ്ററി ഓർഗൻസ് സ്പെസിഫിക് ആയിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ നെഫ്രീഡിയ പോലുള്ള ഗ്രീൻ ഗ്ലാൻസ് നമുക്കറിയാം, പ്രോൺസിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. റെസ്പിറേറ്ററി ഓർഗൻസ് ചോദിക്കാം അല്ലേ. അതുപോലെ ഈ പറഞ്ഞ പോലെ നെമാറ്റോസിസ്റ്റ് പോലെയുള്ള കോളർ സെൽസ് പോലെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. ലാർവേ ചോദിക്കാം അല്ലേ. നമ്മൾ ആംഫിബ്ലാസ്റ്റുല, പാരൻകൈമുല എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഈ ഒരു മൊഡ്യൂള് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടുന്ന് വരുന്നത് അല്ലേ. എക്സാമ്പിൾസ് പഠിക്കുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് കോഡേറ്റ വളരെ എളുപ്പമാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് ചോദിക്കുന്നത്. അടുത്തത് കോഡേറ്റ. ആൻഡ് നെക്സ്റ്റ് വൺ, അതാണ് അവിടെ നമ്മൾ ആദ്യം തീർക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഫിസിയോളജി, ബയോ കെമിസ്ട്രി, DB. ഇവിടെ ബയോ കെമിസ്ട്രി രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുക. കാരണം ഇത് കോമൺ ആണ്. അവിടെ ബോട്ടണിയിലും ബയോ കെമിസ്ട്രി വരുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ബയോ കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഫിസിയോളജിയിൽ കഴിഞ്ഞ പ്രാവശ്യം വൈറ്റമിൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വൈറ്റമിൻസ് 3 കാര്യങ്ങളാണ് ഇവിടുന്ന് പഠിക്കേണ്ടത്. ഇപ്പോൾ വൈറ്റമിൻസ് ആയിക്കോട്ടെ, ഹോർമോൺസ് ആയിക്കോട്ടെ. ഒന്ന്, ഇപ്പോൾ വൈറ്റമിൻ ആണെങ്കിൽ ഏത് വൈറ്റമിൻ ആണ് അതിൻ്റെ നെയിം അല്ലേ. ഇപ്പോൾ വൈറ്റമിൻ അല്ലേ, ഓരോ വൈറ്റമിനും ആ കറക്റ്റായിട്ടുള്ള നെയിം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ പറയില്ലേ അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ C. അപ്പോൾ ആ നെയിം പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഡിസീസും പഠിക്കണം. ഡിസീസ്, വൈറ്റമിൻ, അതിൻ്റെ സയൻറ്റിഫിക് നെയിം ആൻഡ് ഡിസീസ്. അതുപോലെ തന്നെ ഹോർമോണുകളും പഠിക്കണം കേട്ടോ. ഇവിടെ കഴിഞ്ഞ വർഷം ചോദിച്ചത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒരു ടേബിളാക്കി പഠിക്കുക. ഇത് പഠിക്കുന്ന ഒപ്പം തന്നെ നിങ്ങൾ ഹോർമോൺസും കൂടെ പഠിച്ചോളുക. സെയിം കൺസെപ്റ്റിൽ അവിടുന്നും ചോദ്യങ്ങൾ വരാം. ഡെഫിഷ്യൻസി, ഫങ്ഷൻസ്, ഓരോ ഹോർമോണിൻ്റെ പേര്, എവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതുപോലെ റെസ്പിറേഷൻ, നെർവ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഏരിയകൾ
ഇതൊക്കെയാണ്. ഇതാ ഇപ്പോൾ റെസ്പിറേഷൻ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈഡൽ വോളിയം അല്ലെ, റെസിഡ്യൂൽ വോളിയം, അങ്ങനെയുള്ള വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നെർവ് ഫിസിയോളജി ആൻഡ് എൻഡോക്രൈനോളജി. ഇവിടെ ഞാൻ പറഞ്ഞു എൻഡോക്രൈനോളജിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹോർമോൺസ് അല്ലേ, ഹോർമോൺസ്, ഗ്ലാൻഡ് ഡിസീസ്, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിക്കണം. പിന്നെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നെക്സ്റ്റ് വൺ ഫിസിയോളജി, സർക്കുലേഷൻ, അതുപോലെ എക്സ്ക്രീഷനിൽ നെഫ്രോൺ പഠിക്കുമ്പോൾ അല്ലേ, ഓരോ കൗണ്ടർ കറണ്ട് മെക്കാനിക്സ് ഒക്കെ പഠിക്കുമല്ലോ. അപ്പോൾ ആ ഓരോ സ്ഥലത്തു നിന്നും എന്തൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ സോഡിയം അബ്സോർബ് ചെയ്യുന്നത് എവിടെയാണ്, ലൂപ്പ് ഓഫ് ഹെൻലിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എവിടെയാണ് ഓരോ സബ്സ്റ്റൻസുകളും അബ്സോർബ് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യപ്പെടുന്നതെന്നൊക്കെ പഠിച്ചോണം. ദെൻ മസിൽ ഫിസിയോളജി, ദെൻ ബയോകെമിസ്ട്രിയിൽ കഴിഞ്ഞ വട്ടം ചോദിച്ചത് ബീറ്റ ഓക്സിഡേഷനാണ്. ഓക്കെ, ഇതാണ് ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറയുന്നത്. ദെൻ ഡി ബിയിൽ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, ആംഫി മിക്സസ്, സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ദെൻ ഗാമറ്റോജെൻസിസ്. ഇത്രയും കാര്യങ്ങളാണ് അവിടുന്ന് കഴിഞ്ഞ വട്ടം ചോദിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് കഴിഞ്ഞ വട്ടം ചോദിച്ചത്. പക്ഷേ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലീവേജ്, വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലീവേജ്, പല ടൈപ്പ് ഓഫ് ക്ലീവേജ് ഉണ്ടല്ലോ. അതുപോലെ ടൈപ്സ് ഓഫ് എഗ്ഗ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പഠിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മീറോബ്ലാസ്റ്റിക് ക്ലീവേജ്, ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ്. അപ്പോൾ ആ ഓരോ ക്ലീവേജിലും നടക്കുന്ന ഓരോ ടൈപ്പ് ഓഫ് എഗ്ഗിലും നടക്കുന്ന ക്ലീവേജ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഐസോലെസിത്തിൽ എഗ്ഗ്, അതിൽ നടക്കുന്ന ക്ലീവേജ് ഏതൊക്കെയാണ്, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇവിടുന്ന് സ്ഥിരം ചോദിക്കുന്നത് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഓരോന്നിൻ്റെയും എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും പറയും മാമൻ നേമത്ത് പോയി കറങ്ങി, അതായത് മാമൽസ്, നേമം നെമാറ്റോഡ് അല്ലേ, എന്ത് ക്ലീവേജ് ആണ്, റൊട്ടേഷണൽ ക്ലീവേജ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരം 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഒരു ടേബിളാണ്, നമ്മളിത് ക്ലാസ്സിൽ പറയുന്നൊരു ടേബിളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അടുത്തൊരു ചോദ്യം, ഓരോ ഓർഗൻസും എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്, ഇതൊക്കെ ഡി ബിയിൽ വരുന്നതാണ്. ഗ്യാസ്ട്രലേഷൻ്റെ സമയത്ത് നമ്മൾ പറയും എക്ടോഡം, മീസോഡം, എൻഡോഡം അല്ലേ. ഇവിടുന്ന് ഓരോ ലെയറിൽ നിന്നും എന്തൊക്കെ ഓർഗൻസ് ആണ് ഫോം ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതും കൂടെ നോക്കി വെച്ചേക്കുക. ഇത്രയും മാത്രം പോരാ, ഈ 2 ടോപ്പിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ക്ലീവേജും അതുപോലെ തന്നെ എഗ്ഗും ഈ പറയുന്ന ഗ്യാസ്ട്രലേഷനും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ സെൽ ബയോളജി. കഴിഞ്ഞ വട്ടം സെൽ കമ്മ്യൂണിക്കേഷനാണ് ചോദിച്ചത്, സെൽ തിയറി. ഇത് പറയണ്ടല്ലോ, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇവിടെ നിന്നൊക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഹു കോയിൻഡ് അല്ലേ, ഒരു ടേം ആരാണ് കൊണ്ടുവന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫാദറും മദറും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ പഠിച്ചു വെച്ചേക്കുക. സെൽ ബയോളജിയൊക്കെ പഠിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെൽ തിയറി പ്രപ്പോസ് ചെയ്ത ആൾക്കാരുടെ പേരും കൂടെ പഠിച്ചേക്കണം. ആരൊക്കെയാണ്, ഷ്ലീഡൻ, ഷ്വാൻ ആൻഡ് വിർച്ചോ. അപ്പോൾ അതുപോലെ ഓരോന്നിൻ്റെയും ഇപ്പോൾ ക്രോമസോം എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നതാരാണ്, വാൾഡേർ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഹു കോയിൻഡ് അല്ലെങ്കിൽ ഫാദർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ പാരൻറ്ഹുഡ് അല്ലെങ്കിൽ മദർ എന്നൊക്കെ വിളിക്കുന്ന ആളാണ് നമ്മുടെ ഒക്കലെ അല്ലേ, മാർഗരറ്റ് ഒക്കലെ ഡേ ഹോഫ്. അപ്പോൾ അതുപോലെ ആരെങ്കിലും ആ ടേം കോയിൻ ചെയ്ത ആൾ ഫാദർ ഓർ മദർ, അല്ലെങ്കിൽ ഹു ഡിസ്കവേർഡ് എന്നുള്ള കാര്യം കൂടെ പഠിച്ചോണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ സബ്ജക്റ്റ് സെൽ ബയോളജി എവിടെയും കൂടെ ഉണ്ട്, ബോട്ടണിയിലും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സെൽ ഓർഗനൽ, റൈബോസോം. ഇവിടെ റൈബോസോം ഒക്കെ പഠിക്കുമ്പോൾ പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ എന്നുള്ള അങ്ങനെയുള്ള ആ ഓമന പേരുകൾ കൂടെ പഠിച്ചോണം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അഥവാ അന്തർദ്രവ്യജാലിക. പിന്നെ സെൽ ഡിവിഷൻ, മിയോസിസിലെ ഓരോ സ്റ്റേജുകൾ എടുത്ത് വെച്ച് ചോദിക്കാറുണ്ട്. ഇവിടുന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, റെപ്ലിക്കേഷൻ നടക്കുന്നത് സെൽ സൈക്കിളിൽ ഏത് സ്റ്റേജിലാണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓർഡർ ആക്കാൻ പറയാറുണ്ട്, G1 അല്ലേ, S, G2 ആൻഡ് M. ഇത് ഓർഡർ ആക്കാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ റെപ്ലിക്കേഷൻ നടക്കുന്നത് S ഫേസിലാണ്, ഗ്രോത്ത് നടക്കുന്നത് G1ലാണ്.
അങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൂടാതെ മിയോസിസിലെ അല്ലേ നമ്മുടെ മിയോസിസിലെ ഏറ്റവും ലെങ്ത് കൂടിയ ഫേസ് പ്രോഫേസ് ആണ്. അതിലെ സബ് ഫേസുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വട്ടം ക്വസ്റ്റ്യൻ വന്ന ഏരിയ ആണ് സെൽ ഡിവിഷൻ. ദെൻ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, സ്പെസിഫിക്കലി പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, ജനറ്റിക് കോഡ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്? നമ്മുടെ കോഡുണ്ടല്ലോ, യു ഗോ എവേ ഗോപാൽ. ഏതാണ് യു ഗോ എവേ ഗോപാൽ? ഒപ്പാൽ അല്ലേ, സ്റ്റോപ്പ് കോഡോൺസ്. യു ആർ എ ചോർ, ഒക്കർ രണ്ടാമത്തെ കോഡോൺ, സ്റ്റോപ്പ് കോഡോൺ. മൂന്നാമത്തേത് യു ആർ എ ഗാംബ്ലർ, ആംബർ. ഓക്കെ, 3 സ്റ്റോപ്പ് കോഡോൺസ്. അതിൻ്റെ പേരുകൾ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റൈബോസോം, എന്താ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്? റൈബോസോമിൻ്റെ സബ് യൂണിറ്റുകൾ അല്ലേ, സസ്തനികളിലെയാണ് ചോദിച്ചത്. അതായത് യൂക്യാരിയോട്ടിക് റൈബോസോമിൻ്റെ സബ് യൂണിറ്റും അതിലെ RNAകളുമാണ് ചോദിച്ചത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചോണം. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ വേറൊരു ഫോമിൽ ഇത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ സ്റ്റോപ്പ് കോഡോൺസ് പഠിച്ചോണം. പിന്നെ ഒറ്റ കോഡോൺ മാത്രം, അതായത് ട്രിപ്റ്റോഫാനും അല്ലേ, ട്രിപ്റ്റോഫാനും അതുപോലെ മെത്തിയോണിനും ഒരൊറ്റ കോഡോൺ മാത്രമേ ഉള്ളൂ. ആ ഒരു പോയിന്റ്. അങ്ങനെ ജനറ്റിക് കോഡോണിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ഇതൊക്കെ കൂടെ ചേർത്ത് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരാം. വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അതൊക്കെ ജനറ്റിക് കോഡ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും കോഡോൺ എടുത്തു വെച്ച് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് അവിടുന്ന് പറയാനുള്ളത്. പിന്നെ മോളിക്കുലർ ബയോളജി, ചാപ്രോൺസ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ചാപ്രോൺസ്, ഓപ്രോൺസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലാക്കോപ്രോൺ ഒക്കെ നോക്കണം. ലാക്കോപ്രോൺ ഒക്കെ സ്ഥിരം ചോദിക്കുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. DNA അല്ലേ. പിന്നെ ജനറ്റിക്സിലേക്ക് വരുമ്പോൾ കുറേ, ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചു അല്ലേ. ഇത് മാത്രമല്ല, ഇത് കൂടാതെ സ്ഥിരം ചോദിക്കുന്നതാണ് ഡൗൺ സിൻഡ്രോം ചോദിക്കാം, പാറ്റു സിൻഡ്രോം ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടെ വരുന്ന സിൻഡ്രോംസും അതിൻ്റെ കാരിയോ ടൈപ്പ് ഉൾപ്പെടെ പഠിക്കണം. പിന്നെ നോർമലി സിംറ്റംസ് ചോദിക്കാറില്ല, പക്ഷേ ഇപ്പോൾ സിംറ്റംസും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക, സിംറ്റംസ് ഉൾപ്പെടെ നോക്കുക. അപ്പോൾ ഡിസീസ് പഠിക്കുമ്പം അത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണോ റെസസീവ് ആണോ എന്ന് പഠിക്കണം, എക്സ് ലിങ്ക്ഡ് ആണോ എക്സ് ഇൻഫ്ലുവൻസ്ഡ് ആണോ എന്ന് പഠിക്കണം. അതുകൂടാതെ സിംറ്റംസും കൂടെ പഠിക്കണം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സിൻഡ്രോംസ് കണ്ടോ, ഹീമോഫീലിയ കഴിഞ്ഞ വട്ടം ചോദിച്ചു, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ജീൻ സിന്തസിസ്, ഇതിൽ നിന്നാണ് കഴിഞ്ഞ വർഷം, ഇത്രയാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചത്. ദെൻ ബയോടെക്നോളജി, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്, നമുക്കറിയാം നമ്മുടെ എക്കോ R1 ആണ് ചോദിച്ചത്, എക്കോ R1. അപ്പോൾ ഇവിടുന്ന് പഠിക്കുമ്പോൾ റെസ്ട്രിക്ഷൻ സൈറ്റ് ഉൾപ്പെടെ പഠിക്കണം. അപ്പോൾ എക്കോ R1 നമുക്കറിയാം NCERT-യിലുണ്ട്. എക്കോ R1ൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് അല്ലേ, GAATTs എന്നുള്ള ആ സൈറ്റ് ആണെന്നുള്ളത് നമുക്കതറിയാം, നമ്മളുടെ NCERT-യിലുണ്ട്. അതുപോലെ തന്നെ ആദ്യം കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻസൈം, അങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടെ നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യം വെസ്റ്റേൺ ബ്ലോട്ട് ചോദിച്ചു, നിർബന്ധമില്ല. ബാക്കിയുള്ള സദേൺ ബ്ലോട്ട് ഫോർ DNA അതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വെസ്റ്റേൺ ബ്ലോട്ട് ഫോർ പ്രോട്ടീൻ. അടുത്തത് നോർത്തേൺ ബ്ലോട്ട് ഫോർ RNA, സദേൺ ബ്ലോട്ട് ഫോർ DNA. അപ്പോൾ ഈസ്റ്റേൺ ബ്ലോട്ടോ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ, ഈസ്റ്റേൺ ബ്ലോട്ട് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് മാറി ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോവിങ് ഒക്കെ വരാറുണ്ട് കേട്ടോ. ദെൻ DNA സീക്വൻസിങ് സ്ഥിരം ചോദിക്കുന്നത് മാക്സം ഗിൽബർട്ട് മെത്തേഡ്, അല്ലെങ്കിൽ അതിനേക്കാളും ചോദിക്കുന്നത് സാങ്കർ സീക്വൻസിങ് ആണ്. അപ്പോൾ അത് നോക്കി വെക്കണം. ദെൻ ജീനോം പ്രൊജക്റ്റ്, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് തുടങ്ങിയ വർഷം, അവസാനിച്ച വർഷം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഏത് സീക്വൻസിങ് ആണ് ഉപയോഗിച്ചത് അവിടെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ദെൻ റെലംസ്, ഇവിടുന്ന് അധികം ചോദ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ വരുന്നത് ഏത് റെലത്തിലാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ പ്രധാന അല്ലേ, എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവിൽ ഇപ്പോൾ മാമൽസിൻ്റെ എവല്യൂഷനൊക്കെ നോക്കുമ്പോൾ ഓസ്ട്രേലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഏത് റെലത്തിലാണ് വരുന്നത്, പ്രധാനപ്പെട്ട ബേസിക് കാര്യങ്ങൾ മാത്രം ഈ റെലവായിട്ട് ബന്ധപ്പെട്ട് നോക്കി വയ്ക്കുക, ചോദിക്കാം. ദെൻ തിയറീസ് ഓഫ് എവല്യൂഷൻ ആൻഡ് സ്പീസിയേഷൻ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ അല്ലേ അല്ലോപാട്രി അല്ലേ, അങ്ങനെയുള്ള സ്പീസിയേഷൻ പഠിക്കുക.
അല്ലേ? അതുകൂടാതെ നമ്മുടെ തിയറീസ് ഓഫ് എവല്യൂഷനും കൂടെ പഠിച്ചു വച്ചേക്കുക. നമുക്കറിയാമല്ലോ ലാമാർക്കിസവും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ലാമാർക്കിസം, അതുപോലെ നാച്ചുറൽ സെലക്ഷൻ തിയറീസ് പഠിക്കുക, സ്പീസിയേഷനും കൂടെ പഠിക്കുക. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് മൈക്രോബയോളജി ബോട്ടണി പോർഷനിലേക്ക് എത്തി. കുറച്ചധികം പോർഷൻസ് ഉണ്ട്, എല്ലാം കൂടെ ഒരുമിച്ചാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ഇമ്മ്യൂണോളജി ആൻഡ് മൈക്രോബയോളജി. ഇവിടെ നമ്മൾ ഇമ്മ്യൂണോളജി കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലേ? പലർക്കും ഇമ്മ്യൂണോളജി ബുദ്ധിമുട്ടാണ്, നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല. പക്ഷേ ഏത് എക്സാം നോക്കിയാലും, നാച്ചുറൽ സയൻസിൽ ഏത് എക്സാം നോക്കിയാലും ഇമ്മ്യൂണോളജി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടുന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരും, എസ്പെഷ്യലി ആൻറ്റിബോഡി, കോംപ്ലിമെൻറ്റ്, MHC, ഇവിടുന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് വിട്ട് കളയാനേ പാടില്ല. ഇമ്മ്യൂണോളജി വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നിങ്ങൾക്ക് പിന്നീടും ഉപകരിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇമ്മ്യൂൺ സിസ്റ്റം അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നു. ആൻറ്റിബോഡീസ് അത് ഉറപ്പാണ്, അല്ലേ? 5 ആൻറ്റിബോഡീസ് ആണുള്ളത്. അവിടുന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ ചോദിക്കാം. ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതായത് അലർജി, അല്ലേ? പിന്നെ എയ്ഡ്സ്, ഡയറക്റ്റ് നമുക്ക് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് എയ്ഡ്സ്, ചോദിച്ചിട്ടുണ്ട്. ദെൻ മൈക്രോബയോളജിയാണ്, അപ്ലൈഡ് മൈക്രോബയോളജിയിൽ നിന്നാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. അവിടെയും ധാരാളം ഉണ്ട് പഠിക്കാൻ കേട്ടോ. ദെൻ ഇനി വരുന്നത് ബോട്ടണി പോർഷനാണ്. ബോട്ടണി പോർഷനിൽ കുറേ മൈക്കോളജി, അല്ലേ? മൈക്രോബയോളജി ഓൾറെഡി നമ്മൾ രണ്ടിടത്തും കോമൺ വരുന്നുണ്ട്, സെയിം ടോപ്പിക്കുകളാണുള്ളത്. മൈക്കോളജി, ലൈക്കനോളജി, പതോളജി, ടെറിഡോളജി, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് സൈഗോമൈക്കോട്ട, റൈസോപ്പസ് ചോദിച്ചിരുന്നു, ലൈക്കൺ ചോദിച്ചിരുന്നു. ദെൻ പതോളജി ആൻഡ് കൺട്രോൾ മെഷേഴ്സ്, അത് ചോദിക്കാം, അല്ലേ? സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ദെൻ ബ്രയോളജി, ജിംനോസ്പം, പാലി, ഇതെല്ലാം ഈ ഒരു മൊഡ്യൂളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു. ദെൻ എക്കണോമിക് ബോട്ടണി, അനാട്ടമി, മോർഫോളജി ആൻഡ് സിസ്റ്റമാറ്റിക്സ് കണ്ടോ? പ്ലാൻ ഫാമിലീസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബെൻതാം ഹുക്കർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അല്ലേ? ദെൻ മോർഫോളജി, ദെൻ എംബ്രിയോളജി. പാർത്തനോകാർപ്പി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ഥിരം ആംഫി മിക്സസ്, പാർത്തനോകാർപ്പി ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. പാർത്തനോജെൻസിസ് ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ടോപ്പിക്കാണ്, പഠിച്ചോളുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിൽ നിന്ന് സെലക്ഷൻ, ഹൈബ്രിഡൈസേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇവിടെ ഫിസിയോളജി വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്, പ്ലാൻ ഫിസിയോളജി. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ബയോകെമിസ്ട്രി രണ്ടിടത്തും കോമൺ ആണ്, സെൽ ബയോളജി കോമൺ ആണ്, ജെനറ്റിക്സ് കോമൺ ആണ്, മോൾ ബയോ കോമൺ ആണ്. കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ ഈ മൊഡ്യൂള് നിങ്ങൾ ആദ്യമേ കവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക്, കാരണം രണ്ടിടത്തുനിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പ്ലാൻ സെൽ വോൾ, വാസ്കുലാർ ടിഷ്യൂ, അല്ലേ? എൻഡോസ്പം, പോളിനേഷൻ, എവല്യൂഷൻ. അവിടെ ഒറിജിൻ ഓഫ് ലൈഫിൽ നിന്നാണ് കഴിഞ്ഞ വട്ടം ചോദിച്ചത്. ഓക്കെ, ദെൻ ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ, ഫോട്ടോസ്, ഇവിടെ ഒത്തിരി കാര്യങ്ങൾ വരും കേട്ടോ. C3 സൈക്കിളോ, C4 സൈക്കിളോ, C2 സൈക്കിളോ ഒക്കെ വരാം. ഇതൊക്കെ അവിടെ ചോദിക്കാം. ക്യാം പാത്വേ വരാം, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രജൻ ഫിക്സേഷൻ, ഇവിടെ എക്സാമ്പിൾ ഉൾപ്പെടെ പഠിക്കുക കേട്ടോ. എക്സാമ്പിൾ, ആ ഓർഗാനിസം സിംബയോട്ടിക് ആണെങ്കിൽ അതിൻ്റെയൊക്കെ എക്സാമ്പിൾ ഉൾപ്പെടെ പഠിച്ചു വയ്ക്കുക. ദെൻ ജെനറ്റിക്സ്, കഴിഞ്ഞ പ്രാവശ്യം സെക്സ് ഡിറ്റർമിനേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നിർബന്ധമില്ല, ഇഷ്ടംപോലെ ചോദിക്കാം, കോമൺ ടോപ്പിക്കാണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ അത് പഠിച്ചോളുക. ദെൻ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, എക്കോളജി പോർഷൻ, അവിടുന്ന് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അല്ലേ? പിന്നെ നിങ്ങൾ ഈ പോർഷൻസ് പഠിക്കുമ്പോൾ ഇൻസിറ്റു, എക്സിറ്റു, ഹൈബ്രിഡ്, ഇൻസിറ്റു, എക്സിറ്റു കൺസർവേഷനൊക്കെ ഒന്ന് നോക്കിയേക്കണം. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കണം. സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കാണ് ഇതിൻ്റെ എക്സാമ്പിൾസിൽ, അല്ലേ? ഇൻസിറ്റുവിൻ്റെ എക്സാമ്പിൾസ്, എക്സിറ്റുവിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ നമ്മുടെ റാംസാർ കൺസർവേഷനൊക്കെ ഉണ്ടല്ലോ, വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട്, അത് പഠിച്ചോണം. പിന്നെ ഹോട്ട്സ്പോട്ടുകൾ, അല്ലേ? ഇന്ത്യയിൽ എത്ര എണ്ണം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സാമ്പിൾസ് അധികം ഉൾപ്പെടെ പഠിച്ചു വച്ചേക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ടിഷ്യൂ കൾച്ചർ ചോദിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതുപോലെ അഗ്രോ ബാക്ടീരിയം മീഡിയേറ്റഡ് ട്രാൻസ്ഫർ ചോദിച്ചിരുന്നു. പ്ലാസ്മിഡ്സ് പല സ്ഥലത്തു നിന്നും ചോദിക്കാം, അല്ലേ? സുവോളജിയിൽ നിന്ന് ചോദിക്കാം, ബോട്ടണിയിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം, അല്ലേ, ഒരു മാർക്ക്, ഒരു ബേസിക് ആയിട്ടുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലേ? ബാക്കി നമുക്ക് അത് കൂടാതെ ബാക്കിയുള്ള കാര്യം, ഇത് വളരെ ബേസിക്കാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ PYQ, കഴിഞ്ഞ പ്രാവശ്യത്തെ PYQ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് ഫസ്റ്റ് നിങ്ങൾ കവർ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം
ഓരോന്ന് ആഡ് ചെയ്ത് ബാക്കിയുള്ള പോർഷൻസും കൂടെ പഠിക്കുക. അതിൽ കോമൺ ടോപ്പിക്ക് കുറച്ചുകൂടെ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കണം. കാരണം കൂടുതൽ ചോദ്യങ്ങൾ കോമൺ ടോപ്പിക്കിൽ നിന്നുണ്ടാവും. കാരണം 2 പോർഷനിലും സുവോളജിയിലും ബോട്ടണിയിലും ഒരുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന പോർഷൻസ് ആണ് ഈ കോമൺ ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.